പ്രവാസിയുടെ പുതിയ ശബ്ദം ലൗഡ് സ്പീക്കറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ദുർഘടമായ ഒരു കാലത്തിലൂടെയാണ് പ്രവാസി സമൂഹം മുന്നോട്ട് നീങ്ങുന്നത്. പ്രവാസിയിൽ ആശങ്ക സൃഷ്ടിക്കുന്ന സാമ്പത്തിക ആരോഗ്യ മേഖലകളിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകളാണ് ഇന്ന് ലൗഡ് സ്പീക്കർ വിഷയമാക്കുന്നത്. വീണ്ടും സ്വാഗതം ലൗഡ് സ്പീക്കറിലേക്ക്. ഷൈലോ കുമാറിന്റെ വിളഭൂമിയായി മാറിയിരിക്കുന്നു ഈ മണൽ നഗരം. പലിശയുടെ കെണിയുമായി ഒരു വലിയ കൂട്ടം യുഎയിൽ വല വീശിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ ഇരകളായി മാറിയവർ ജീവിതം അവസാനിപ്പിക്കാനോ അതുമല്ലെങ്കിൽ തീരാത്ത കടക്കണിയുമായി ജീവിതം തുടരാനോ നിർബന്ധിതരാകുന്നു. പലിശക്കണിയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ച റാസൽ ഖൈമ കുടുംബത്തിന്റെ കഥ ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മുടെ വരുമാനത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിത നിലവാരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭാവനാസമ്പന്നരായി മാറുകയും ഭാവനയിൽ വളരെ കാര്യങ്ങൾ ചെയ്യാമെന്ന് കരുതി കൂട്ടിയാൽ ഒരുപക്ഷെ വിധി അതിനെതിരായിരിക്കാം, അല്ലെങ്കിൽ ആ സാഹചര്യം നമ്മൾക്ക് അനുകൂലമായിരിക്കില്ല. അപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് അവസാനിക്കുകയും പിന്നീട് ഇത്തരം സാമ്പത്തിക ബാധ്യതകളും മറ്റു മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുകയും മനുഷ്യൻ ദുരന്തത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്കറിയാം, ഈ റാസൽ ഖൈമയിൽ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാനുള്ള ഉണ്ടായ സാഹചര്യങ്ങളെ തുടർന്നാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് തന്നെ യുഎയിൽ ഒന്നടങ്കം ആ ഒരു സംഭവമാണ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചത്. താൽക്കാലിക സാഹചര്യങ്ങളെ അതിജീവിക്കാനാണ് മിക്കവരും പലിശപ്പണത്തെ ആശ്രയിക്കുന്നത്. 10-12% വരെയാണ് ഇക്കൂട്ടർ പലിശയായി ഈടാക്കുന്നത്. അതായത് 1000 ദിർഹത്തിന് 120 ദിർഹം വരെ പലിശ. 7% തുടങ്ങി പലിശ ഈടാക്കുന്ന ചെറുകിട പലിശക്കാരും 15% വരെ പലിശ വാങ്ങുന്ന കൊള്ളപ്പലിശക്കാരും അടങ്ങുന്നതാണ് ഇവരുടെ ശൃംഖല. ഇത്തരക്കാരുടെ പിടിയിലകപ്പെട്ട ഒരാളുടെ അനുഭവ സാക്ഷ്യം കേൾക്കുക. കൊടുക്കാം എന്നുള്ള ഇതിലായിരുന്നു നമ്മൾ വാങ്ങിച്ചതും പ്ലാൻ ചെയ്തതും. പക്ഷെ അതെല്ലാം നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഓരോ കാര്യങ്ങൾ വന്ന് അത് തിരിച്ചു കൊടുക്കാനും പറ്റിയില്ല. അവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഇതായിരുന്നു. അപ്പൊ അവരങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള ഒരു അമിതമായ, അല്ലാതെ ഒരു കൊള്ളപ്പലിശക്കാരോ അങ്ങനെയുള്ള ആളുകളല്ലായിരുന്നു. പലിശപ്പണത്തിന് പകരം ചെക്കും പാസ്പോർട്ടുമാണ് ഗ്യാരണ്ടിയായി നൽകേണ്ടി വരുന്നത്. റാസൽ ഖൈമയിൽ ആത്മഹത്യ ചെയ്ത ഗൃഹനാഥന് സ്വന്തം കുടുംബത്തെ കൊല ചെയ്യേണ്ടി വന്നത് അവരുടെ പാസ്പോർട്ടും കൊള്ളപ്പലിശക്കാരന്റെ കയ്യിൽ അകപ്പെട്ടു പോയതിനാലാണ്. പലിശയിലോ മുതലിലോ വീഴ്ച വന്നാൽ കടുത്ത മാനസിക പീഡനത്തിന് കസ്റ്റമറെ വിധേയരാക്കും. ഇത് ഞാൻ എന്റെ ബാധ്യതക്കാരുമായിട്ട് ഞാൻ പല പ്രാവശ്യം സംസാരിച്ചു. നിങ്ങൾ എന്നെ നിയമവിധേയമാക്കി തരൂ, ഞാൻ നിങ്ങളുടെ കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാം. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ എന്റെ പാസ്പോർട്ടും എന്റെ കുടുംബത്തിന്റെ പാസ്പോർട്ടും നിങ്ങൾ കയ്യിൽ വെച്ചോളൂ. പക്ഷെ എനിക്ക് വിസ എടുക്കാനും എന്റെ ഡ്രൈവിംഗ് ലൈസൻസും എന്റെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഒരു കാരണവശാലും അതിന് അവര് തയ്യാറാവാതെ, എന്റെ ഫാദർ മരിച്ചു പോയിട്ട് എനിക്ക് അവരെ കാണാൻ പറ്റിയില്ല. വൈഫിന്റെ ഫാദർ 3 മാസത്തിന് മുന്നേ മരിച്ചു, കാണാൻ പറ്റിയില്ല. അപ്പോഴവര് പറയുന്നത് നിങ്ങളുടെ ഫാദറിന് ഇനി നിങ്ങളുടെ അമ്മയും മരിക്കും, എന്നാലും നിങ്ങളെ ഇത് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ഹരാസ് ചെയ്യുമായിരുന്നു. യഥാർത്ഥത്തിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് പെൺമക്കളാണ്, നിങ്ങൾക്ക് വേറെന്തെങ്കിലും നിങ്ങൾക്ക് മാർഗത്തിലൂടെ ഇത് നടന്നിട്ട് ഞങ്ങളുടെ കാശ് എന്നുള്ള രീതിയിൽ വരെ അവര് ഈ അവസാനം 2 മാസത്തിന് മുന്നേ വിളിച്ച് സംസാരിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ ആ ഫോൺ ഡിസ്കണക്ട് ചെയ്തിട്ട് പിന്നെ വേറെ സിം എടുത്ത് വെച്ചേക്കും. പലിശക്കാരുടെ ഭീഷണി നാട്ടിലേക്ക് നീളുന്നു. ഇതോടെ കടമെടുത്തവർ ജീവിതം മടുക്കുന്നു. ഈ പ്രതിസന്ധിയാണ് പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആത്മാർത്ഥമായി കയ്യിലുള്ള പൈസ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്ത് ബിസിനസ് ചെയ്താൽ ഒരിക്കലും ഈ നാട് കൈ നിറച്ചു കൊടുക്കാതെ തിരിച്ചയക്കില്ല. ഏതൊരു വ്യക്തിയും ഒരു ബിസിനസ് ഇറങ്ങുമ്പോൾ എനിക്കത് ചെയ്യാൻ സാധിക്കുന്ന ബിസിനസ് ആണോ എന്ന് ആദ്യം നോക്കണം. പരിപൂർണമായിട്ട് കടം മേടിച്ച പണം കൊണ്ടൊരു ബിസിനസ് നടത്തിയാൽ അത് ലാഭകരമായിട്ട് എത്തിച്ചേരാൻ വളരെ വിഷമാണ്. പലരും ചെയ്യുന്നതാണ്. പലർക്കും സ്വപ്നമുണ്ട്, ബിസിനസ് തുടങ്ങണം എന്നുള്ള സ്വപ്നം. അതിന് ചുറ്റുഭാഗത്തു നിന്നെല്ലാം കടം മേടിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു കണക്ക് നോക്കിയിട്ടോ ഒന്നൊന്നല്ല, ഞാനൊരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിത് എത്ര ഇൻകം കിട്ടും, ആ ഇൻകം കൊണ്ട് ഞാൻ കടം എടുത്ത സംഖ്യയ്ക്കുള്ള ഇൻട്രസ്റ്റ് കൊടുത്തു തീർക്കാൻ സാധിക്കുമോ, ഇതൊന്നും കണക്ക് കൂട്ടിയിട്ടല്ല പലരും ചെയ്യുന്നത്. ഇസ്ലാമിക വിരുദ്ധമായ പലിശയ്ക്ക് നിയമപരമായ വിലക്കുള്ള ഒരു രാജ്യത്താണ് പലിശക്കൂട്ടം നിർഭയം വിലസുന്നത് എന്നതാണ് വൈരുദ്ധ്യം. പലിശയുടെ കെണിയിൽ പെട്ടുപോകുന്നവരിലും കൊള്ളപ്പലിശയുടെ ശൃംഖല തീർക്കുന്നവരിലും ബഹുഭൂരിപക്ഷവും മലയാളികളാണ് എന്നത് ദുഃഖകരമായ മറ്റൊരു സത്യം. നാട്ടിലെയോ വീട്ടിലെയോ അത്യാവശ്യ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ വ്യവസായ ആവശ്യങ്ങൾക്കായി പെട്ടെന്ന് പണം കണ്ടെത്തേണ്ടി വരുമ്പോഴാണ് പലിശക്കാരൻ രക്ഷകനായി വരുന്നത്. ഇതേ രക്ഷകൻ ക്രമേണ അന്തകനായി മാറുന്നു. ആ രക്തപ്പുഴയുടെ നടുവിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. കരയിൽ ഒരാൾക്കൂട്ടവും. പുഴയിൽ നിന്ന മനുഷ്യൻ കരയിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കരയിൽ നിൽക്കുന്നവർ അയാൾക്ക് നേരെ കല്ലുകളെറിയുന്നു. അയാൾ പുഴയുടെ നടുവിൽ രക്തത്തിൽ കുളിച്ചു നിൽക്കുന്നു.
നബി തിരുമേനി തന്റെ കൂടെയുള്ള മലക്കുകളോട് ചോദിച്ചു, അയാൾ ആരാണ്? മലക്ക് പറഞ്ഞു, ഭൂമിയിൽ വച്ച് പലിശയ്ക്ക് പണം കൊടുത്തിരുന്ന മനുഷ്യനാണ് ആ നിൽക്കുന്നത്. കരയിൽ നിൽക്കുന്നവരാകട്ടെ അയാളുടെ ചൂഷണത്തിന് വിധേയരായവര്. തീരാത്ത ആവശ്യങ്ങൾക്ക് നടുവിൽ ജീവിക്കുന്ന പ്രവാസിക്ക് കൺമുന്നിലെ അനുഭവങ്ങൾ പാഠമാകുന്നില്ല. കൊള്ളപ്പലിശക്കാരുടെ അതിക്രമങ്ങൾക്ക് നിസ്സഹായരായി വിധേയരാകേണ്ടി വരുന്നവർ അറിയുക, ഇത്തരക്കാരെ UAE നിയമത്തിന് മുന്നിലെത്തിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ദുബായ് സർക്കാരിന്റെ അല്ലമീൻ സർവീസ് ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുവാനുള്ള സംവിധാനമാണ്. 800-4888 എന്ന നമ്പറിലേക്ക് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ആർക്കും വിവരങ്ങൾ കൈമാറാം. പണം ആർക്കും എന്നും ആവശ്യമാണ്. എന്നാൽ പണത്തിന്റെ പേരിൽ മറ്റൊരാളുടെ ജീവിതത്തിന് വിലയിടാൻ ഒരാൾക്കുമില്ല അവകാശം. UAE പലിശപ്പണത്തിന്റെ അധോലോക കോട്ടകൾ തച്ചുടച്ചേ മതിയാകൂ. കൊള്ളപ്പലിശക്കാരുടെ മാത്രമല്ല, പൊണ്ണത്തടിയന്മാരുടെയും കൂടാണ് പ്രവാസ ലോകം. ഭക്ഷണകാര്യത്തിലെ അശ്രദ്ധ, വ്യായാമമില്ലായ്മ, മാനസിക സംഘർഷങ്ങൾ ഇവയുടെയൊക്കെ ആകത്തുകയാണ് ശരാശരി പ്രവാസി. പ്രായത്തിൽ കവിഞ്ഞ തടിയിലേക്ക് ശരീരം നാൾതോറും വളരുമ്പോൾ തടി കുറയ്ക്കാനുള്ള എളുപ്പമാർഗങ്ങൾ നമുക്ക് മുമ്പിലെത്തുകയായി. അമിതവണ്ണം കുറയ്ക്കാനെന്ന പേരിൽ ധാരാളം മരുന്നുകൾ ഇന്ന് വിപണിയിലുണ്ട്. ഇത്തരം മരുന്നുകളിൽ 92%-നും UAE ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമില്ലെന്നത് പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. അമിതവണ്ണം കുറയ്ക്കാൻ എന്ന പേരിൽ വിൽപ്പന നടത്തുന്ന 82 ഇനം മരുന്നുകളാണ് അബുദാബി ഹെൽത്ത് അതോറിറ്റി പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. ഈ പരിശോധന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. 1988 നിരോധിച്ച ഒഹാംബിൻ എന്ന രാസവസ്തു അടങ്ങിയവയാണ് പല മരുന്നുകളും. ഹൃദയാഘാതത്തിനും മരണത്തിനും വരെ കാരണമാക്കാവുന്നതാണ് ഈ രാസവസ്തു. ഇപ്പൊ അവർ പറയുന്ന ഈ സിബ്യൂട്രമീനൊക്കെ അവര് ബാൻ ചെയ്തിരിക്കുന്നത് കാർഡിയാക് സൈഡ് എഫക്ട്സ് അമിതമായിട്ടുണ്ടാകുന്നതെന്നും ഹാർട്ട് റേറ്റ് കൂടുന്നെന്നും പിന്നെ ചിലർക്ക് ഈ അരിത്മിയാസ് ഉണ്ടാകുന്നെന്നും അത് കാരണം പലരുടെ ഡെത്ത് ഉണ്ടായെന്നും ഒക്കെയാണ് റിപ്പോർട്ട്സ് വരുന്നത്. അത് കാരണമാണ് അവരൊരു ബ്ലാങ്കറ്റ് ബാൻ അതിന് കൊടുത്തിരിക്കുന്നത്. ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്ന ഇഫൈസ എന്ന രാസവസ്തുവാണ് മറ്റൊരു മരുന്നിൽ കണ്ടെത്തിയത്. ശരീരം മെലിയാൻ സഹായിക്കുമെങ്കിലും ഗുരുതരമായ ആന്തരിക പ്രശ്നങ്ങൾക്കും മാനസിക തകരാറിനും കാരണമാക്കുന്ന ഈ രാസവസ്തുവിന്റെ ഉപയോഗം 2004 അമേരിക്ക നിരോധിച്ചതാണ്. വെയിറ്റ് ലോസ് പിൽസ് സാധാരണയായിട്ട് പലതരത്തിലുള്ള വെയിറ്റ് ലോസ് പിൽസ് ഉണ്ട്. യൂഷ്വലി അത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ എപ്പറ്റൈറ്റ് കുറയ്ക്കുന്നതാണ്. എപ്പറ്റൈറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ടത് ആയിരിക്കാം. അപ്പോൾ എപ്പറ്റൈറ്റ് കുറയ്ക്കുമ്പോൾ യൂഷ്വലി നമ്മൾ ഫുഡ് അവോയ്ഡ് ചെയ്യാണ് ചെയ്യുന്നത്. ലോകത്തിൽ പല ഭാഗത്തായി 38 പേരുടെ മരണത്തിനിടയാക്കിയ ട്രിപ്റ്റോഫാൻ എന്ന വസ്തുവിന്റെ സാന്നിധ്യമാണ് മറ്റു ചില മരുന്നുകളിൽ കണ്ടെത്തിയത്. ചുരുക്കത്തിൽ പൊണ്ണത്തടിയല്ല, തടി തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇത്തരം മരുന്നുകൾ. സ്ലിമ്മിങ് ടാബ്ലറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പല രാജ്യത്തു നിന്ന് പല ഹെർബൽ പ്രിപ്പറേഷൻസ് ഒക്കെ വരുന്നുണ്ട്. കൊറിയ, ചൈന, ഫ്രം ഇന്ത്യ ഓൾസോ. അതിൻ്റെയൊക്കെ ഒരു പ്രോപ്പർ സ്റ്റഡി നടത്താത്തതുകൊണ്ട് അതിൻ്റെ സൈഡ് എഫക്ട് പ്രൊഫൈൽസ്, അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമെന്ന് അറിയാൻ പറ്റത്തുപോലുമില്ല. തടി കുറയ്ക്കാൻ എളുപ്പമാർഗങ്ങളല്ല തേടേണ്ടതെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നു. UAE വ്യാപകമായുള്ള പാർക്കുകളും ജിംനേഷ്യങ്ങളും അമിതവണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തുറന്നിട്ടിരിക്കും. കാരണം വീട്ടിലിരുന്നിട്ട് ഇത് കഴിച്ചെന്ത് മാറുന്നു ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് ഹാർഡ് വർക്ക് നമുക്ക് ചെയ്യാം, എക്സസൈസ് ചെയ്യാം. നമ്മൾ അടുത്തുള്ള എവിടെയെങ്കിലും ക്ലബിലോ എവിടെയെങ്കിലും ജിമ്മിന് പോവാം, അരമണിക്കൂർ. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഫ്രണ്ട്സുകൾ കിട്ടും. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ മരുന്ന് പറഞ്ഞാൽ നമ്മളെ മടിയന്മാരാക്കരുത്. വീണ്ടും വ്യായാമവും ആഹാര നിയന്ത്രണവും പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണമെന്നത് പറഞ്ഞു പഴകിയ ഒരു ഉപദേശം. വെയിറ്റ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല ലോങ് ടേം വഴി എന്ന് പറയുന്നത് ഡയറ്റും എക്സസൈസും കൺട്രോൾ ചെയ്യുന്നത്. ജിംനേഷ്യങ്ങൾക്ക് പുറമെ ഹെൽത്ത് കെയർ സെന്ററുകളും ഇന്ന് വ്യാപകമാവുന്നു. മാസങ്ങൾ നീളുന്ന ചികിത്സയിലൂടെ തടി കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് ഇവിടെ നിന്ന് ലഭിക്കുക. VLCC ഒരു സയന്റിഫിക് അപ്രോച്ചാണ് VLCCയിൽ ചെയ്യുന്നത്. അതായത് ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിത സാഹചര്യങ്ങൾ മാറ്റുക. അതായത് ഫുള്ളി ഫുഡ് അവോയ്ഡ് ചെയ്യണേക്കാട്ടും ബാലൻസ്ഡ് ആയിട്ട് ഒരാൾക്ക് ഓരോരുത്തരുടെ ശാരീരിക രീതി അനുസരിച്ച് ഒരാൾക്ക് കിട്ടേണ്ട ആവശ്യമായ കാലറീസ് പ്രോപ്പറായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഡയറ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. തടി കൂട്ടാൻ ആഹാരം, തടി കുറയ്ക്കാൻ ഗുളിക, ഇവ രണ്ടും സമാസമം ഉള്ളിൽ ചെന്നാൽ ആരോഗ്യ ശ്രീമാനാകാം എന്ന കാഴ്ചപ്പാടിനാണ് തിരുത്ത് ആവശ്യമായി വരുന്നത്. പൊണ്ണത്തടിയേക്കാൾ ആവൽക്കരമാണ് അതിനെതിരെയുള്ള മരുന്നുകൾ എന്ന് നമ്മുടെ ആഹാര ശ്രീമാന്മാർ തിരിച്ചറിയുക. ആഹാരം, സംഘർഷം, പ്രമേഹം, കൊളസ്ട്രോൾ ഇവയ്ക്കെല്ലാം ഇടയിൽ ജീവിക്കുന്ന പ്രവാസിയുടെ ഉള്ളിൽ മിടിക്കുന്ന ഒരു ഹൃദയമുണ്ട്. ഏത് നിമിഷവും ഒരാഘാതത്തെ നേരിടേണ്ടി വരുമെന്ന് പേടിക്കുന്ന ഒരു പാവം ഹൃദയം. ഈ ഹൃദയത്തിന്റെ ഉടമകൾക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയാണ് ഡോക്ടർ സഹദുള്ള. ആൽക്കഹോൾ മാറ്റാം, ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാം,
ബ്ലഡ് പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാം വളരെ നല്ലപോലെ, കൊളസ്ട്രോൾ നമുക്ക് കൺട്രോൾ ചെയ്യാം. പക്ഷേ ഫാമിലി ഹിസ്റ്ററി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഫാമിലിയിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് കൂടുതലെന്നുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.